നമ്മുടെ ജീവിതത്തിൽ നാം ഏത് കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നാം ആത്മീയരാണോ അനാത്മീയരാണോ ജഡിക മനുഷ്യരാണോ എന്ന് വിലയിരുത്തുവാൻ കഴിയും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അതായത് പ്രഥമ സ്ഥാനം, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ പലപ്പോഴും നാം അവഗണന കാണിച്ചാൽ കുറ്റക്കാരായിട്ട് തീരും എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ, ഇഹലോക ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ദൈവം തരും. ആഹാരം ആവശ്യമുണ്ട്, അതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഉപജീവന മാർഗങ്ങൾ. ഇങ്ങനെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കരുതുന്ന ദൈവം വിശ്വസിക്കുന്ന നമുക്ക് നൽകും. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ മറന്നു പോകത്തില്ല. ഒരു നാളും കൈവിടാത്ത കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വം നാം കാണും. എന്നാൽ ഇവിടെ അതല്ല വിഷയം. നമ്മുടെ പ്രഥമ പരിഗണന നാം എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ ഒരു മനുഷ്യൻ വലിയ ഒരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ കഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ പറഞ്ഞത്, ഞാനൊരു നിലം വാങ്ങിച്ചു, അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം. മറ്റൊരുത്തൻ പറഞ്ഞത്, ഞാൻ 5 കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണം. വേറൊരാൾ പറഞ്ഞത്, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന കാര്യം ആണ്. ആദ്യം ക്ഷണിച്ച ആ മനുഷ്യൻ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. വസ്തു വാങ്ങുന്നതും വീട് പണിയുന്നതും ഒരിക്കലും പാപമല്ല, നിയമാനുസൃതമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തെറ്റായ പരിഗണന ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആത്മീക കാര്യങ്ങളെക്കാൾ അധികമായി തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള പദ്ധതികൾക്കാണ് താൻ പ്രാധാന്യം കൊടുത്തത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്ത എല്ലാ മനുഷ്യരും ഈ മനുഷ്യനെ പോലെ തന്നെ ആകുന്നു എന്നുള്ളതിന് സംശയമില്ല. രണ്ടാമത്തെ ആളുടെ ഒഴികഴിവെന്ന് പറയുന്നത്, 5 ജോഡി കാളകളെ ഞാൻ വാങ്ങി, ഞാൻ അവയെ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതും നിയമാനുസൃതമായി യാതൊരു തെറ്റും നമുക്ക് പറയുവാൻ ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ദൈവത്തെക്കാൾ അധികം തൻ്റെ ആരോഗ്യവും സമയവും എല്ലാം മൃഗസമ്പത്ത് പരിപാലിക്കുവാൻ വേണ്ടിയാണ് താൻ ചെലവഴിച്ചത്. അവസാനത്തെ അതിഥി പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം നിയമാനുസൃതമായിട്ടാണ് വിവാഹം കഴിച്ചത്, അത് നല്ല കാര്യമാണ്. എന്നാൽ അത് തെറ്റാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. എന്നാൽ കുടുംബത്തോടുള്ള സ്നേഹം, കുടുംബ ബന്ധങ്ങൾക്കാണ് ദൈവത്തെക്കാൾ അധികം, ആത്മീയ കാര്യങ്ങളെക്കാൾ അധികം ഈ മനുഷ്യൻ പരിഗണന നൽകിയത്. ചില ആളുകൾ അവരുടെ ബിസിനസ്സിനായിരിക്കും 1-ാം സ്ഥാനം കൊടുക്കുന്നത്. മറ്റു ചിലർ അവരുടെ ബന്ധങ്ങൾക്ക് ആയിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുന്നത്. വേറെ ചിലർ പരിഗണന കൊടുക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കാം.
ദൈവത്തെക്കാൾ അധികമായി, ദൈവിക കാര്യങ്ങളെക്കാൾ അധികമായി നാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ എങ്ങനെ സേവിക്കുവാനായിട്ട് കഴിയും? മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നുള്ള കൽപ്പന ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും സമയവും സമ്പത്തും ദൈവം തന്നതല്ലേ? ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രഥമ പരിഗണന ദൈവത്തിനും ദൈവരാജ്യത്തിനും നൽകിക്കൊണ്ട് നാം ജീവിച്ചാൽ തീർച്ചയായും നമ്മുടെ ഭാവി ഭദ്രമായിരിക്കും. നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നമ്മുടെ ആത്മാവ് സകലത്തിലും സുഖമായും ശുഭമായും വസിക്കും. മറിച്ച് നാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്യം, ഓരോരുത്തൻ സ്വന്തം കാര്യം അത്ര നോക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ കാര്യം ആരും നോക്കുന്നില്ല. അവനവൻ്റെ കാര്യം നോക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പ്രഥമ പരിഗണനാ കാര്യങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ ഒടുവിൽ നാം ലജ്ജിതരായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല എന്ന ദാവീദിൻ്റെ തീരുമാനം പോലെ ദൈവത്തെ എപ്പോഴും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവേ, അങ്ങയുടെ നല്ല വചനം ഞങ്ങളെ കേൾപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓരോരുത്തരും ജീവിപ്പാൻ ദൈവം സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.